ഇതിനും വന്ന് വേര്. അടിപൊളി. നോക്കിയ വേര് വന്നിട്ട്. അപ്പം ഇതൊക്കെ ഒരു മാസമായിട്ടാ, 2 ആഴ്ചയല്ല, ഒരു മാസം എടുത്തു ഇതുപോലെ വേര് വരാനായിട്ട്. ഇതൊക്കെ ഇത് പറിച്ച് നോക്കട്ടെ. നോക്കിയ വേര് കണ്ട. വിലയമ്മന്ന് ഈ ചെടി നട്ടുപിടിപ്പിക്കാം നമുക്ക്. നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ നമുക്ക് ചെറിയൊരു പോട്ടിൽ നടണം. ഇനി കമ്പ് മുറിച്ച് നട്ടത് നോക്കാം. ദേ ഇവിടെ ഞങ്ങൾ ചട്ടിയിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് ദേ മിനിനെ കൊണ്ട് ഇത് ഞാൻ പറപ്പിക്കുന്നുണ്ട്. വേര് പൊട്ടാണ്ട് പറിക്കും മിനിയെ. ദേ ഇതാണ് കമ്പ് മുറിച്ച് നട്ടത്. ഇതൊരു മെത്തേഡാണ് കേട്ടോ. കമ്പ് മുറിച്ച് നട്ടിട്ട് വേര് പിടിപ്പിച്ചിട്ടുള്ളതാ. മറ്റേതും എടുക്ക്. ആവട്ടെ. 2 പീസ് നട്ടത്. ഒരു പീസും കൂടി ഉണ്ട്. അത് വേര് പിടിച്ച എന്താണെന്ന് അറിയില്ല. പറിച്ച് നോക്ക്. കണ്ട വേര് കമ്പ് മുറിച്ച് നട്ടത്. പറിച്ച മിനിയെ കുഴപ്പമില്ല. പറിച്ചെടുക്ക്. വേരുണ്ട് അല്ലേ? അതെ 3 പീസാണ് നട്ടത്. ഇത് ഉണങ്ങിന്ന് വിചാരിച്ചതാ. അതെ തന്നെ ഇതിൽ വേരുണ്ട്. അപ്പം നമ്മൾ ഇല വേര് പിടിച്ചത് നടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ കപ്പ്. ഇത് നൂഡിൽസ് കഴിച്ചിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന കപ്പുകളാണ് കേട്ടോ. ഞങ്ങളിവിടെ ഒരു സാധനവും കളയില്ല. അല്ല വിനിയ, എല്ലാതും സെറ്റാക്കി വെക്കും. എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾക്ക് ആവശ്യം വരും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാതും കണ്ട നൂഡിൽസിൻ്റെ കപ്പുകളിന്. കപ്പ് നൂഡിൽസ് കണ്ട. കപ്പ് നൂഡിൽസ്, മാഗി. അപ്പം ഇതൊക്കെ അല്ലാതെ ആവശ്യമുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാതും സൂക്ഷിച്ച് വയ്ക്കും. അപ്പം നമുക്ക് ഇതിലൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു ഇതിലൊക്കെ നട്ടു കൊടുക്കാൻ പറ്റും. കപ്പിൽ നിറച്ച മണ്ണ് സാധാ മണ്ണാണ്. ഇതിലൊന്നും ഞങ്ങൾ മിക്സ് ചെയ്തിട്ടില്ല. ഈ ഇല നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണേ. അതേപോലെ തന്നെ ആ തെർമോക്കോളിൽ ഞങ്ങൾ ഇല നടുമ്പോൾ ചകിരിച്ചോറും മണ്ണും മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇനി ഇല വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഈ CC പ്ലാന്റ് നല്ലൊരു ലക്കി പ്ലാന്റും കൂടിന്. നമുക്ക് ഇൻഡോറായിട്ട് വെക്കുമ്പോൾ ഭയങ്കര ലക്ക് വരുന്നൊക്കെ ഒരു വിശ്വാസം കൂടിന്. ലക്കി പ്ലാന്റാണ് CC പ്ലാന്റ്. അപ്പം എല്ലാവരും ഓരോ പ്ലാന്റെങ്കിലും വീട്ടിൽ വെച്ച് ഉണ്ടാക്കിക്കാട്ടാ.